ഹായ് ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ ഒരു മിനി ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ. ഇന്ന് രാവിലെ സ്കൂളില്ലാത്ത കാരണമാണ് കേട്ടോ ഞാൻ ഈ ബ്ലോഗ് ഇടുന്നത്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ബ്ലോഗ് ഒന്ന് കണ്ടിട്ട് വന്നാലോ? കമോൺ. ഈ ബ്ലോഗ് കണ്ടവരെല്ലാം എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ ഒരു ദിവസം തുടങ്ങുന്നത് വിളക്ക് കത്തിച്ചിട്ടാണ്. അരമണിക്കൂറോളം വിളക്ക് കത്തിച്ചിട്ട് വെക്കും. പിന്നെ അതിനുശേഷം ചായയും കഴിക്കാനുള്ള ഭക്ഷണവും തയ്യാറാക്കുന്നത്. എന്തു പറയാനാ ഗൈസ്, ഇന്നലെ രാവിലെ ഗ്യാസ് തീർന്നു പോയെന്ന് അമ്മ ഓർത്തത്. എൻ്റെ ഭഗവാനേ. അപ്പം നമ്മളുടെ അടുക്കളയിലേക്ക് പോകാം. എന്നും ഗ്യാസിലാണ് ചായ വെക്കാറ്. ഇന്ന് നമുക്ക് അടുപ്പിൽ ചായ വെക്കാം. കാണാം. എന്നാൽ പാല് തിളച്ച് വരട്ടെ. ഗൈസ്, നിങ്ങൾക്ക് സുഖമല്ലേ? ഇവിടെ നല്ല മഴയാട്ടോ. അത് കാരണമാണ് നമ്മൾക്കിന്ന് സ്കൂളില്ലാത്ത കേട്ടോ. കണ്ടോ പാല് തിളച്ച് വരുന്നത്? നിങ്ങൾ കണ്ടോ? എനിക്കും എൻ്റെ ഏട്ടനും വേണ്ടിയാണ് അമ്മ ഈ പാല് കാച്ചുന്നത് കേട്ടോ. ഗൈസ്, എനിക്കൊരു ഏട്ടനുണ്ട് കേട്ടോ. ആള് വീഡിയോയ്ക്കൊന്നും വരില്ല. അപ്പം പിന്നെ ഞങ്ങൾക്ക് പാലെടുത്തതിന് ശേഷം അമ്മയ്ക്കും 2 ഗ്ലാസ് ചായ ആക്കിയെടുക്കും കേട്ടോ. ഞങ്ങൾക്ക് അമ്മ ചായ ഉണ്ടാക്കിക്കൊണ്ട് തരുമ്പോൾ ഞങ്ങൾക്ക് അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങളുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ദോശയിടലാണ് കേട്ടോ. അപ്പം ദോശയുടെ കല്ലൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം കല്ലൊക്കെ ചൂടായി വന്നപ്പോൾ അമ്മ ദോശയ്ക്ക് മാവ് ഒഴിച്ചു കേട്ടോ. അപ്പം ദോശ സെറ്റാകാൻ വേണ്ടി അമ്മ മൂടി വെക്കുക കേട്ടോ ഗൈസ്. അപ്പം ദോശ ഓക്കെ ആയോ എന്ന് നോക്കാം. അപ്പോൾ ദോശ മറിച്ചിടുന്ന പരിപാടിയിലേക്ക് കടക്കുകയാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അമ്മ മറിച്ചിട്ടു ദോശ. വാവ്, അങ്ങനെ നമ്മളുടെ ദോശ സക്സസ് ആയി ഗൈസ്. ഇപ്പോഴാണ് അമ്മ ഗ്യാസിൻ്റെ വില അറിഞ്ഞത്. അടുപ്പിൽ ഊതി മടുത്തമ്മ ഗൈസ്. എന്നാൽ അമ്മ അവിടെ നിന്ന് ദോശ ഇടട്ടെ. നമുക്ക് എൻ്റെ വീട്ടിലത്തെ കുറച്ച് ചെടികൾ കണ്ടാലോ? ഓക്കെ ഗൈസ്, ആദ്യത്തെ പൂവെന്ന് വെച്ചാൽ ശംഖുപുഷ്പമാണ്. നല്ല ഔഷധ ഗുണമുള്ള പൂവാണ്. ഇതെൻ്റെ ഏട്ടൻ സ്വന്തം ഉണ്ടാക്കിയ ഒരു ആർച്ചാണ് കേട്ടോ. ഈ ചെടി കയറി പോകാനുള്ള ഒരു ആർച്ചാണ് കേട്ടോ നമ്മളെ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ പൂവ് ഏതാണെന്നറിയുമോ? ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ആദം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതെന്ത് പേരാണ് പറയുന്നതെന്നൊന്ന് കമൻ്റ് ഇടണം കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അധികം ചെടികളൊന്നും ഇല്ല കേട്ടോ. ഈ പൂവ് ഏതാണെന്നറിയോ കൂട്ടുകാരെ നിങ്ങൾക്ക്? ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ബന്ദി എന്ന് പറയും കേട്ടോ. ചില നാട്ടിൽ ഇതിന് മല്ലിക എന്നാണ് പറയാറുള്ളത്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക? ഓണം ആകുമ്പോഴത്തേക്കും ഞങ്ങൾ കുറേ ചെടി നടാറുണ്ട് കേട്ടോ ഗൈസ്. ഈ പൂവേതാ? ഈ ചെടിയാണ് ബോൾസ് കേട്ടോ. ഇതിൻ്റെ 3-4 കളർ വിത്ത് ഞങ്ങളുടെ അടുത്തുണ്ട് കേട്ടോ ഗൈസ്. അത് ഞങ്ങൾ ഓണം ആകുമ്പോഴത്തേക്കും പാവും കേട്ടോ. പിന്നെ ഞാൻ ഏത് ചെടിയാണ് കാണിക്കാൻ പോകുന്നതെന്നറിയോ? ഇതാണ് പച്ച ചെടി എന്ന് പറയുന്നത് ഗൈസ്. സോറി കേട്ടോ, എനിക്ക് മാറിപ്പോയതാണേ. ഇത് അമ്പലത്തിൽ ഭഗവാന് പൂ കെട്ടുന്ന ഒരു പച്ച തുളസിയാണ് കേട്ടോ ഗൈസ്. എൻ്റെ ഏട്ടൻ അവിടുത്തെ അമ്പലത്തിൽ പോയപ്പോൾ അവിടുത്തെ പൂജാരി തന്നു വിട്ടതാട്ടോ ഗൈസ് ഇത്. അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് കറ്റാർ വാഴയാണ് കേട്ടോ. ഞാൻ പറയുന്നതിൽ ഇത്തിരി തെറ്റൊക്കെ ഉണ്ട്, എന്നാലും നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ആദമിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. ഹൗവ എന്നാണ് ഇതിന് പറയുക. നിങ്ങളുടെ നാട്ടിൽ ഇതെന്താ പറയുകയെന്നൊന്ന് കമൻറ്റ് പറയണേ. ഇനി ഞാൻ കാണിക്കുന്നത് എൻ്റെ അച്ഛൻ നട്ട ഒരു പ്ലാവാണ് കേട്ടോ. അതിൽ 1.5 വർഷമായപ്പോൾ ചക്ക കായ്ച്ചു കേട്ടോ ഗൈസ്. ഇതിൽ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് വൃക്ഷം എന്ന് പറഞ്ഞാൽ കണിക്കൊന്നയാണ് കേട്ടോ. എൻ്റെ അച്ഛൻ നോക്കി ഇരിക്കുവാണ് ഗൈസ് ഇതിനകത്തൊരു പൂ കഴിക്കാൻ വേണ്ടി. അടുത്ത വിഷുവിൽ എന്തെങ്കിലും കായ്ക്കും. കൊന്നയിൽ പൂ കായ്ക്കുമ്പോൾ ഗൈസ് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് തരാം കേട്ടോ. പിന്നെ ഞങ്ങളുടെ മുറ്റത്ത് ഒരു കറിവേപ്പിലയുണ്ട് കേട്ടോ. അത്രയ്ക്കും സ്ഥലമൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാൻ. പിന്നെ ഞാൻ കാണിക്കുന്നത് എൻ്റെ ഏട്ടൻ്റെ ഒരു അടിപൊളി ആമ്പൽക്കുളമാണ് കേട്ടോ ഗൈസ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ അമ്മ വിളിച്ചു ദോശയും കറിയും ആയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഞങ്ങളുടെ ദോശയും കറിയും ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? അതിനിന്ന് ദോശയ്ക്ക് ചമ്മന്തി ആട്ടോ ഗൈസ്. ഹായ് കൂട്ടുകാരെ, നിങ്ങൾ ഇത്രയും സമയം വരെ എൻ്റെ ശബ്ദം മാത്രമല്ലേ കേട്ടുള്ളൂ? ഞാനിപ്പോൾ എൻ്റെ ശരിക്കുള്ള പേര് അവന്തിക എന്നാണ്. എൻ്റെ അച്ഛൻ എന്നെ വിളിക്കുന്ന പേര് നന്ദൂസ് എന്നാണ്. അത് കാരണമാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ നന്ദൂസ് ബ്ലോഗ് എന്ന് പേരിട്ടത്.
എല്ലാവരും എൻ്റെ വീഡിയോ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. ബൈ ബൈ.